ഹലോ, നിങ്ങൾ ഈ കാണാൻ പോകുന്നതാണ് തിന്നാൻ കൊള്ളാവുന്ന സ്പാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഇതെന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു സാധനം ചവറ് പോലെ ഇട്ട് ആളുകളെ വെറുപ്പിക്കുന്നതിനാണ് സ്പാം എന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊക്കെ ഒരു തുടക്കം ഉണ്ടായിരിക്കില്ല. ഫസ്റ്റ് ഇൻസിഡന്റ് കഥ പറഞ്ഞുതരാം. അതായത് 1978 മെയ് 3-ാം തീയതി അന്ന് DEC അഥവാ ഡിജിറ്റൽ എക്യുപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗ്യാരി തുവർക്ക് എന്ന പേരുള്ള ഒരു പുള്ളി ഏകദേശം 400ഓളം പേരുണ്ടായിരുന്ന ഒരു എയർപാൻ നെറ്റ്വർക്കിലോട്ട് ഒരു മെസ്സേജ് ബൾക്കായിട്ട് ചവർ പോലെ കിട്ടു. മെസ്സേജ് വേറൊന്നല്ലായിരുന്നു, ഈ ഡിജിറ്റൽ എക്യുപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ കമ്പ്യൂട്ടറിന്റെ പ്രൊമോഷൻ ആയിരുന്നു, അഥവാ പരസ്യമായിരുന്നു. ഇന്നത്തെ പോലെ സൈലന്റ് ഓപ്ഷനോ ഇഗ്നോർ ബട്ടണൊന്നും ഉണ്ടായിരിക്കുമല്ലോ. വെറുപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ആ നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്ന വലിയൊരു ശതമാനം പേരും ഈ കമ്പനിക്ക് നേരിട്ടും ആ നെറ്റ്വർക്കിന്റെ അഡ്മിനിസ്ട്രേറ്റർക്കും പരാതി കൊടുത്തു. നെഗറ്റീവായി, അടിയായി, വഴക്കായി, പ്രശ്നമായി, ഗ്യാരി തുവർക്കിനെ പുറത്താക്കി എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തെറ്റി. കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഒരൊറ്റ സ്പാം മെസ്സേജ് കൊണ്ട് മാത്രം DEC എന്ന് പറഞ്ഞ കമ്പനി അന്ന് ഉണ്ടാക്കിയത് മില്യൺ കണക്കിന് ഡോളറാണ്. ഇഷ്ടം പോലെ യൂണിറ്റ്സുകൾ വിറ്റുപോയി, വൻ ലാഭം. ഇതൊക്കെയാണ് സ്പാം. ഇപ്പൊ ചിലന്മാരാണ് മറ്റേ ക്രിപ്റ്റോ കറൻസി, ബിറ്റ്കോയിന്, എറോൺ മസ്ക്, മിസ്റ്റർ ബീസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരെയൊക്കെ എന്റെ കൈ കിട്ടിയാണ്ടല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ഇതൊക്കെ നമ്മൾ ജ്യോതിഷത്തിൽ നിന്നും കണ്ടു എടുത്ത ഒരു വെറൈറ്റി ഐറ്റമാണ്.